ഇന്ത്യക്കെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കിടെ ഒരു സർപ്രൈസ് പേസ് ബോളറെ അവതരിപ്പിക്കാൻ ഇംഗ്ലണ്ട് ഒരുങ്ങുന്നതായാണ് സൂചനകൾ പുറത്തുവരുന്നത്. 19 വയസ്സ് മാത്രം പ്രായമുള്ള 6 അടി 4 ഇഞ്ചുകാരൻ എഡ്ഡി ജാക്ക് ഇംഗ്ലണ്ടിന്റെ സീനിയർ ടീമിനൊപ്പം പരിശീലനം നടത്താൻ ആരംഭിച്ചിട്ടുണ്ട്. പരിക്കേറ്റ പേസ് ബോളർ ഗുസ് അറ്റ്കിൻസൺ ഇല്ലാതെയാണ് ആദ്യ ടെസ്റ്റിനുള്ള ടീമിനെ ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചത്. പേസർമാരായ മാർക്ക് വുഡ്, ഒലി സ്റ്റോൺ എന്നിവരും പരിക്കിന്റെ പിടിയിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ എ ടീമിനെതിരെ മികച്ച പ്രകടനം നടത്തിയ എഡ്ഡി ജാക്കിനെ സീനിയർ ടീമിനൊപ്പം പരിശീലനത്തിന് ക്ഷണിച്ചിരിക്കുന്നത്. ഇതോടെ ജൂൺ 20 മുതൽ ഓഗസ്റ്റ് 4 വരെ നീണ്ടു നിൽക്കുന്ന 5 ടെസ്റ്റ് മത്സര പരമ്പരയിൽ എഡ്ഡി ജാക്കിനെ ഇംഗ്ലണ്ട് കളത്തിൽ ഇറക്കിയേക്കുമെന്നാണ് സൂചന. ഇന്ത്യ എ ടീമിനെതിരെ 2 അനൗദ്യോഗിക ടെസ്റ്റ് മത്സരങ്ങളിലും എഡ്ഡി ജാക്ക് ഇംഗ്ലണ്ട് ലയൺസിനായി കളിച്ചിരുന്നു. മികച്ച രീതിയിൽ പന്തെറിഞ്ഞ എഡ്ഡി ജാക്ക് 4 വിക്കറ്റുകളും വീഴ്ത്തി. കാൻഡർബറിയിലെ സെയിന്റ് ലോറൻസ് മൈതാനത്ത് വെച്ച് നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെയും നിതീഷ് കുമാർ റെഡ്ഡിയുടെയും വിക്കറ്റ് വീഴ്ത്തിയത് എഡ്ഡി ജാക്കായിരുന്നു. നോർത്താംപ്ടണിൽ വെച്ച് നടന്ന 2ാം ടെസ്റ്റിൽ ഇന്ത്യൻ സീനിയർ താരം KL രാഹുലിനെ പുറത്താക്കിയതോടെ എഡ്ഡി ജാക്ക് സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. മത്സരത്തിൽ രാഹുൽ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറിയും 2ാം ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നു. 2ാം ടെസ്റ്റിൽ ഇന്ത്യയുടെ സീനിയർ ടെസ്റ്റ് ടീം താരങ്ങളായ നിതീഷ് റെഡ്ഡിയെയും ധ്രുവ് ജുറലിനെയും എഡ്ഡി ജാക്ക് വിറപ്പിച്ചിരുന്നു. ധ്രുവ് ജുറലിന്റെ വിക്കറ്റും താരം വീഴ്ത്തി. 6 അടി 4 ഇഞ്ച് ഉയരമാണ് താരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എഡ്ഡി ജാക്കിന്റെ പ്രകടനത്തിൽ ഇംഗ്ലണ്ട് ലയൺസ് പരിശീലക സംഘത്തിലുള്ള ആൻഡ്രൂ ഫ്ലിൻഡോഫ്, മാർക്ക് വുഡ്, ഗ്രെയിം സ്വാൻ എന്നിവർ മതിപ്പ് പ്രകടിപ്പിച്ചതായി ലണ്ടനിലെ പ്രമുഖ മാധ്യമം ദി ടൈംസ് റിപ്പോർട്ട് ചെയ്തു. കൗണ്ടിയിൽ ഹാംഷയറിന്റെ താരമാണ് എഡ്ഡി ജാക്ക്. എന്നാൽ ഇതുവരെ താരം ഹാംഷയറിനായി കൗണ്ടി ചാമ്പ്യൻഷിപ്പിൽ അരങ്ങേറ്റം കുറിച്ചിട്ടില്ല. ഇന്ത്യ എ ടീമിനെതിരെ ഈ പരമ്പരയിലാണ് ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം എഡ്ഡി ജാക്ക് നടത്തിയത്. ഈ വർഷം ആദ്യം ദക്ഷിണാഫ്രിക്കയിൽ പര്യടനം നടത്തിയ ഇംഗ്ലണ്ട് അണ്ടർ 19 ടീമിലും ജാക്ക് അംഗമായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ ഒരു ടെസ്റ്റ് മത്സരം കളിച്ച താരം 4 വിക്കറ്റുകളും വീഴ്ത്തി. 2025 മെയ് മാസത്തിൽ സിംബാബ്വെക്കെതിരായ സന്നാഹ മത്സരത്തിൽ കൗണ്ടി 11 വേണ്ടി കളത്തിലിറങ്ങിയ എഡ്ഡി ജാക്ക് 5 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. ഇന്ത്യക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ട് നേരിടുന്ന പ്രധാന വെല്ലുവിളി പേസർമാരുടെ പരിക്കാണ്. പരിക്ക് കാരണം പേസ് ബോളർ ജോഫ്ര ആർച്ചറുടെ ടെസ്റ്റിലേക്കുള്ള തിരിച്ചുവരവ് വൈകുകയാണ്. അറ്റ്കിൻസൺ 2ാം ടെസ്റ്റിൽ തിരിച്ചെത്തുമെന്നാണ് ഇംഗ്ലീഷ് ആരാധകരുടെ പ്രതീക്ഷ. മാർക്ക് വുഡ് ഈ സീസണിൽ ഇനി കളിക്കാനിടയില്ലെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ എഡ്ഡി ജാക്കിനെ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് കളത്തിലിറക്കിയാൽ അത്ഭുതപ്പെടാനില്ല. ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തിയ ക്രിസ് വോക്സ് ഇംഗ്ലണ്ട് ലയൺസിനായി ഇന്ത്യ എ ടീമിനെതിരെ 5 വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. പരമ്പരയിൽ 2 വിക്കറ്റുകൾ വീഴ്ത്തിയ ജോഷ് ടങ്ക് ഹെഡിംഗ്ലെയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ കളിക്കാൻ സാധ്യതയേറെയാണ്. ബ്രൈഡൻ കാസ്, ജാമി ഓവർട്ടൺ, സാമുവൽ ജെയിംസ് കുക്ക് എന്നിവരാണ് ആദ്യ ടെസ്റ്റിനുള്ള ഇംഗ്ലണ്ട് ടീമിൽ ഇടം പിടിച്ച മറ്റു പേസ് ബോളർമാർ. ഓൾറൗണ്ടറായ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സും ടീമിനായി പന്തെറിയാനുണ്ടാകും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ചതിന് ശേഷം ശുഭ്മാൻ ഗിൽ നായകനായ പുതിയ ഇന്ത്യൻ ടീമാണ് ഇംഗ്ലണ്ടിൽ പരമ്പരക്കായി എത്തിയിരിക്കുന്നത്. 2007 ശേഷം ഇംഗ്ലണ്ടിൽ ഒരു ടെസ്റ്റ് പരമ്പര നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. പുതിയ ഇന്ത്യൻ ടീമിന് അതിന് സാധ്യമാകുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയോടെ പുതിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിനാണ് തുടക്കമാകുന്നത്.